Hi guys, welcome back to our channel Beauty Galaxy Adra. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ടിരിക്കുന്ന പോലെ ബ്രാ സൈസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളിപ്പോൾ ധരിച്ചിരിക്കുന്ന ബ്രാ എന്ന് പറയുന്നത് കറക്റ്റ് ഫിറ്റിങ്ങിലുള്ളതാണോ? ഞാൻ കറക്റ്റ് ഫിറ്റിങ്ങിലുള്ള ബ്രാ ധരിക്കാൻ തുടങ്ങിയത് 2020 മുതലാണ്. അതുവരെ എനിക്ക് പെർഫെക്റ്റ് സൈസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടുപിടിക്കാൻ കാരണം ഓൺലൈൻ പർച്ചേസാണ്. ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഈ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന സൈസല്ല കറക്റ്റ് ബ്രാ സൈസെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് മനസ്സിലായി. ഞാൻ നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു ബ്രാ ധരിച്ചു തുടങ്ങി. അപ്പം ഞാൻ കരുതി എന്നെപ്പോലെ ആരെങ്കിലും മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ 2020 വരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാങ്ങിയിരുന്നത് ഓഫ്ലൈനായിട്ടാണ്. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നമ്മൾ പറയുന്നൊരു സൈസ് അതേതാണോ, ഇപ്പം 34 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ 34 എടുത്ത് തരും. അതുപോലെ തന്നെ ഞാൻ വാങ്ങിക്കൊണ്ടിരുന്ന മെതേഡ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും വണ്ണം കുറവാണ്. അപ്പം കുറച്ചും കൂടെ വണ്ണം എനിക്ക് കൂടുതലാണ്. അപ്പം അമ്മ ധരിക്കുന്ന ബ്രാ സൈസിനേക്കാളും 1 ഇഞ്ച് കൂടിയ ഒരു ബ്രാ സൈസാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ശരിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ തെറ്റായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റൊക്കെ ഇതിനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫിറ്റിങ്ങിലുള്ള ഒരു ബ്രാ ധരിച്ച് പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈനായിട്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള ഷോപ്പുകളിലേക്ക് പോയി ഇതുപോലെ ബ്രാ വാങ്ങുന്ന സമയങ്ങളിൽ അവർ നമ്മളോട് ചോദിക്കുന്നത് സൈസ് ഏതാണ്, ആ സൈസ് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കപ്പ് സൈസ് വലുത് വേണമെങ്കിൽ പ്രത്യേകം നമ്മൾ പറയണം കപ്പ് സൈസ് വലുത് വേണേ, അല്ലെങ്കിൽ കപ്പ് സൈസ് ചെറുത് വേണേ, അങ്ങനെ പറയുമ്പോഴാണ് അവർ അതൊക്കെ എടുത്തു തരുന്നത്. അല്ല ഈ ഒരു കറക്റ്റ് ബ്രാ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും സെല്ല് ചെയ്യേണ്ടതെന്നും അവർക്കറിയത്തില്ല. അങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് ഞാൻ ഇതുവരെ വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അബദ്ധമൊക്കെ പറ്റിയത്. എനിക്കെന്നല്ല, ഈ വീഡിയോ കാണുന്ന 100-ൽ ഒരു 98% ആൾക്കാർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ടാവും. ഈ മണ്ടത്തരങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരും ആയിരിക്കാം അല്ലേ. കൂടുതൽ ഞാൻ ബ്ലബ്ലാന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ആതിര എന്നാണ്. നമ്മുടെ ചാനലിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും റിവ്യൂസും അതുപോലെ കുറച്ച് വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ഓൾ എന്ന ഓപ്ഷൻ വരും. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ആ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ ഇതൊക്കെയായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സംഭവങ്ങൾ. ഓക്കെ, ബ്രാ സൈസ് കറക്റ്റ് അല്ല എങ്കിൽ നമുക്കൊരു അൺകംഫർട്ടബിൾ തോന്നും. പിന്നെ ബ്രസ്റ്റ് സാഗിങ് ആകാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ബ്രാ സൈസ് മെഷർമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മെഷറിംഗ് ടേപ്പ് വേണം. ഇതുപോലത്തെ ഒരു ടേപ്പ്, ഇതിന് 30 രൂപയാണ് പ്രൈസ് ആകുന്നത്. സെക്കൻഡ് വരുന്നത് പാഡഡായിട്ടുള്ള ബ്രാ ഇട്ടിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർ കിട്ടത്തില്ല. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് മെഷർ ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു അളവ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് വേണം മെഷർ ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സ്റ്റഡിയായിട്ട് നിന്ന് വേണം മെഷർ ചെയ്യാനായിട്ട്. അങ്ങനെ ഒടിഞ്ഞു കുത്തിയൊന്നും നിന്ന് മെഷർ ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെയെന്ന് പറയുന്നത് ഇഞ്ചസ് ബേസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇഞ്ചസ് ബേസ് എന്ന് പറയുമ്പോൾ മെഷറിംഗ് ടേപ്പിൻ്റെ ഇതാണ്, ഈ ഒരു ഭാഗമാണ് ഇഞ്ചസ് ബേസ് വരുന്നത്. ഓക്കെ. ഈ ഭാഗമല്ല, ഇത് സെൻറ്റിമീറ്റർ ഭാഗമാണ്. ഇതല്ല, ഇങ്ങനെയല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെഷർമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാ പെർഫെക്റ്റ് ആയിട്ടുള്ളതല്ല എങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബ്രസ്റ്റിൻ്റെ ചില ഭാഗങ്ങൾ ബൾജ് ചെയ്ത് നിൽക്കും. അതായത് ഈ ഒരു പോർഷനൊക്കെ ബൾജ് ചെയ്ത് നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇതുപോലെ ബ്രായുടെ സ്ട്രാപ്പ് ആണെങ്കിൽ ലൂസായിട്ട് കാണപ്പെടും. അല്ലെങ്കിൽ ചില കണ്ടീഷൻസുകളിൽ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ബ്രായുടെ സ്ട്രാപ്പ് ഇടുന്നത് മൂലം ഈ തോളിൻ്റെ ഭാഗത്തൊക്കെ മാർക്ക് വീഴാനായിട്ട് സാധ്യതയുണ്ട്.
ഇനി നിങ്ങളൊന്ന് നോക്കിക്കുക, ഈ പിക്ചറിൽ കാണുന്നത് പോലെ ബ്രാ ധരിച്ച് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രാ അല്ല നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക് ആ ഹുക്ക് ഭാഗം ഉണ്ടല്ലോ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാതെ ഇതുപോലെ വളഞ്ഞ് കുത്തുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ബ്രാസ് ആണെങ്കിൽ അത് റോങ് ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരു ബ്രായാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ ഈ കാണുന്ന പിക്ചറിലുള്ളതുപോലെ ബ്രാ ധരിക്കുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. ഞാൻ എൻ്റെ അളവിൽ തന്നെയാണ് മെഷർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവിലൊക്കെ മെഷർ ചെയ്ത് നോക്കുക കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രാ സൈസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് ബാൻഡ് സൈസ് മനസ്സിലാക്കണം. ബാൻഡ് സൈസ് എന്നും പറയാം, അല്ലെങ്കിൽ അപ്പർ ബസ്റ്റ് സൈസ് എന്നും പറയാം. അതുപോലെ തന്നെ ബസ്റ്റ് സൈസും കണ്ടുപിടിക്കണം. അപ്പം ബാൻഡ് സൈസാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സാമ്പിളായിട്ട് ഞാനൊരു ബ്രാ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ബ്രായുടെ ഈ കാണുന്ന ഭാഗമാണ് ബാൻഡ് സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാണുമെന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾ ഒരു പിക്കും കൂടെ ഇവിടെ കൊടുത്തിരിക്കാവേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ വളഞ്ഞു കുത്തിയൊന്നും നിൽക്കല്, നല്ല സ്റ്റഡിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാം. ബാൻഡ് സൈസ് 32 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 32 മാർക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഒരു പേപ്പറും പേനയും കൊടുത്ത് വെക്കണം കേട്ടോ, മറന്നു പോകരുത്. നമ്മുടെ ബാൻഡ് സൈസ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 32 ഞാനൊരു ബുക്കിലോട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബാൻഡ് സൈസ് നമുക്ക് മനസ്സിലാക്കണമല്ലോ. വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു സൈസാണല്ലോ പറയേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം കിട്ടിയിരിക്കുന്ന അളവിൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ കിട്ടിയിരിക്കുന്ന 32 32ൻ്റെ കൂടെ 5 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 37 കിട്ടിയിട്ടുണ്ട്. 37 എന്ന് പറയുന്നത് ഒറ്റസംഖ്യയാണ്. അപ്പം നമ്മൾ ഷോപ്പിൽ പോയി ബ്രാ വാങ്ങുമ്പോൾ ഒരിക്കലും ഒറ്റ സംഖ്യയിലുള്ള ബ്രാ നമുക്ക് കിട്ടാറില്ല. ഇരട്ട സംഖ്യയിലുള്ള ബ്രാ സൈസല്ലേ കിട്ടാറുള്ളൂ. 32, 34 അങ്ങനെയല്ലേ കിട്ടുന്നത്. അല്ലാതെ 33, 35 അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇരട്ട സംഖ്യയിലുള്ള ബ്രാ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 5 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ ഒറ്റ സംഖ്യ ആണെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇരട്ട സംഖ്യ ആക്കണം. അതല്ല, ഈ കിട്ടുന്ന മെഷർ ചെയ്ത് കിട്ടുന്ന സംഖ്യയോടൊപ്പം 5 ആഡ് ചെയ്യുമ്പോൾ ഇരട്ട സംഖ്യയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാനിവിടെ 37ൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്താലല്ലേ 38 കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ 38 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ അളന്ന് വെച്ച മെഷർ ചെയ്തെടുത്ത ബാൻഡ് സൈസ് എന്ന് പറയുന്നത് 32 ആയിരുന്നു. അതിനോടൊപ്പം 5 ആഡ് ചെയ്തപ്പോൾ 37 കിട്ടി. 37 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഒന്നും കൂടെ ആഡ് ചെയ്ത് 38 ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാൻഡ് സൈസ് എന്ന് പറയുന്നത് 38 ഓക്കെ, നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 31.5 കിട്ടിയതെങ്കിലും നമ്മൾ 32 എന്നാണ് കണക്കാക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടോ? അതായത് നമുക്ക് 31.5 31.6 എങ്ങനെ വന്നാലും ഇതിൻ്റെ തൊട്ടടുത്തുള്ള വാല്യുബിളായിട്ടുള്ള സംഖ്യ വേണം കണക്കാക്കാനായിട്ട്. ഇനി നമുക്ക് ബെസ്റ്റ് സൈസ് കണ്ടുപിടിക്കാം. കറക്റ്റ് ബെസ്റ്റിൻ്റെ നെപ്പിളിൻ്റെ ആ ഒരു ടോപ്പ് പൊസിഷനിൽ വേണം നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മെഷർമെൻറ്റ് ടേപ്പ് വളഞ്ഞു പോകാനും തിരിഞ്ഞു പോകാനൊന്നും പാടില്ല. കറക്റ്റ് നേരെ തന്നെ വെക്കണം. ഓക്കെ, എനിക്കിവിടെ 39 എന്നാണ് അളവ് വന്നിരിക്കുന്നത്. 39 കിട്ടിയിരിക്കുന്നത് 39 ബെസ്റ്റ് സൈസ്. അപ്പോൾ എൻ്റെ നേരത്തെ അളന്ന് വെച്ചിരുന്ന ബാൻഡ് സൈസ് എന്ന് പറയുന്നത് 38. ഇനി നമുക്ക് കപ്പ് സൈസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ബ്രായുടെ കപ്പ് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനിന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് ബ്രായുടെ സൈസ് പറഞ്ഞിട്ട് കപ്പ് ചെറുത് വേണം വലുത് വേണം അങ്ങനെ പറയേണ്ട ആവശ്യം ഇനി വരില്ല. ഇങ്ങനെ മെഷർ ചെയ്തിട്ട് പോയാൽ ഓക്കെ. ഇനി നമുക്ക് ബ്രായുടെ കപ്പ് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് കാണാം.
ബെസ്റ്റ് സൈസ് മൈനസ് ബാൻഡ് സൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 39 ബാൻഡ് സൈസ് എന്ന് പറയുന്നത് 38. അപ്പം 39 മൈനസ് 38. ബെസ്റ്റ് സൈസിൽ നിന്ന് ബാൻഡ് സൈസ് മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 1 ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇത്രയും കണക്കുകൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നത്. ഇത്രയും കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് ചെയ്തേ. കപ്പ് സൈസിൻ്റെ ഒരു ടേബിളുണ്ട്. ആ ടേബിളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന ടേബിളിൽ ഓരോ നമ്പേഴ്സിൻ്റെ താഴെ ലെറ്റർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കപ്പ് സൈസ് കണ്ടുപിടിക്കാനുള്ള ടേബിള്. പറഞ്ഞതുപോലെ ഈ ടേബിളിൽ 1, 2, 3, 4, 5 അങ്ങനെ നമ്പേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ ABCDEF എന്നൊക്കെ ലെറ്റേഴ്സും വരുന്നുണ്ട്. അപ്പം ഓരോ 1, 2, 3 അങ്ങനെ പോകുന്തോറും കപ്പ് സൈസ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 5 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടുന്നതെങ്കിൽ DD ആണ്. അപ്പം നമ്മുടെ കപ്പ് സൈസ് DD ആണ്, വലുതാണ് കേട്ടോ. അപ്പം അതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് 1 കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കപ്പ് സൈസ് A ആണ്. അപ്പോൾ ഞാൻ വാങ്ങേണ്ടതെന്ന് പറയുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ബ്രായുടെ സൈസ് എന്ന് പറയുന്നത് 38B ആണ്. ഓക്കെ, ഈ 38 എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായി കാണുമല്ലോ. വീഡിയോ കുറച്ചും കൂടെ ബാക്കിലോട്ട് പോയിട്ട് നോക്കിയേ 38 എങ്ങനെയാണ് കിട്ടിയതെന്ന്. അതാണ് ഈ 38B എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ഇരട്ട സംഖ്യയാണ് മെഷർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു ഇരട്ട സംഖ്യ മാറ്റിയിട്ട് ഒരു ഒറ്റ സംഖ്യ ഉള്ള ഒരു ബാൻഡ് സൈസ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 29 എന്ന് പറയുന്നൊരു നമ്പറാണ് എടുത്തിരിക്കുന്നത്. ബാൻഡ് സൈസ് 29. ഓക്കെ, 29ൻ്റെ കൂടെ 5 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 34 കിട്ടും. ഓക്കെ, ഈ 34ൻ്റെ കൂടെ ഇനി 1 ആഡ് ചെയ്യേണ്ടി വരുമോ? ഇല്ലല്ലോ. 34 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് 1 ആഡ് ചെയ്യേണ്ട. ഓക്കെ, ഇനി നമുക്ക് ബെസ്റ്റ് സൈസ് പറയാം. 37 കിട്ടിയിരിക്കുന്നത് വെച്ചോ. അപ്പോൾ നമ്മൾ കപ്പ് സൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ബെസ്റ്റ് സൈസ് മൈനസ് ബാൻഡ് സൈസ്. അപ്പം 37 മൈനസ് 34 3 വന്നിട്ടുണ്ട്. ഈ ടേബിളിനകത്ത് 3 എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കും. 3ന് താഴെയുള്ള ഏതാണെന്ന് നോക്കിക്കേ. 3ൻ്റെ താഴെ കാണുന്നത് C ആണ് അല്ലേ. സോ പെർഫെക്റ്റ് ഫിറ്റ് ബ്രാ സൈസ് എന്ന് പറയുന്നത് 34C ആണ്. ഇത്രയും കണക്കുകൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ കാര്യം കൂടെ പറയാമേ. നിങ്ങൾക്ക് ഓവറായിട്ട് ബ്രസ്റ്റ് സാഗിങ്ങൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് കുഞ്ഞി നിന്നിട്ട് വേണം ബെസ്റ്റ് സൈസ് കണ്ടുപിടിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ബ്രാ സൈസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഹെവി ബ്രസ്റ്റ് സൈസൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മിനിമൈസർ ബ്രാ ധരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. പുതിയതായിട്ട് ബ്രാ ധരിക്കാൻ തുടങ്ങുന്ന പെൺകുട്ടികൾ മുതൽ ഇപ്പോൾ ബ്രാ ധരിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്നവർ വരെ ഈ ഒരു കാൽക്കുലേഷനിലൂടെ കറക്റ്റ് ബ്രാ സൈസ് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റായിട്ടുള്ള ബ്രാ ധരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.